നമസ്കാരം. ടീം മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ഒക്ടോബർ 15 ശേഷം ആദ്യമായി നിഫ്റ്റി 25,200 നിലവാരം മറികടന്നെങ്കിലും വ്യാപാര അന്ത്യത്തിൽ നേരിയൊരു നേട്ടം മാത്രമാണ് കരസ്ഥമാക്കാനായത്. അതേപോലെ നിർണായക ഒരു ബ്രേക്കൗട്ട് കിട്ടിയിട്ട് 2-3 ദിവസങ്ങളായാലും ശക്തമായ തുടർ മുന്നേറ്റത്തിനും ഇന്ത്യൻ വിപണിയിൽ സാക്ഷ്യം വഹിക്കാനാകുന്നില്ല. ഇതിനിടെ US ഇൻഫ്ലേഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. US ചൈന ട്രേഡ് ടോക്സിൻ്റെ ചില അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയുടെ പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ നാളത്തെ സാധ്യതകളും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം പറയുകയാണെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഒരു സർപ്രൈസ് പ്രഖ്യാപനങ്ങളുടെ പിൻബലത്തിൽ വെള്ളിയാഴ്ച ശക്തമായി ഉയർന്നു. അതിൻ്റെ നേരിയ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം തിങ്കളാഴ്ച കാണാനായെങ്കിലും ഒരു നിർണായക പ്രതിരോധ നിലവാരം ഭേദിച്ചതിൻ്റെയൊക്കെയുള്ള ഒരു ഊർജ്ജത്തിലുള്ള ഒരു ശക്തമായ ഒരു മുന്നേറ്റം ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ ഇതുവരെയായിട്ടും വിപണിയിൽ പ്രകടമായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. 3 ദിവസം പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിർണായകമായിട്ട് 27 നിലവാരം സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. പുതിയ ഹൈ കഴിച്ച് 3 ദിവസം പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുമൊക്കെയുണ്ട്. പക്ഷേ ഒരു ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ഒരു സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അത് ക്ലോസിംഗ് ബേസിസിൽ വരുമ്പോൾ ഏറെക്കുറെ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് ഇപ്പോൾ ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിരുന്നാലും നിഫ്റ്റി സൂചിക നേട്ടത്തോടെയാണ് തുടരുന്നതെന്നുള്ളത് ആശ്വാസകരമാണ്. തുടർച്ചയായ 6 ദിവസമാണ് നിഫ്റ്റി സൂചിക ക്ലോസിംഗ് ബേസിസിൽ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ബുധനാഴ്ച ഇന്നത്തെ ആദ്യത്തെ ഘട്ടത്തിൽ ഒരു ചെറിയൊരു ഓപ്പണിങ്ങിന് ശേഷം ഒരു ഭേദപ്പെട്ട ഒരു മുന്നേറ്റം കാഴ്ചവെച്ചെങ്കിൽ പോലും 25,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തത് നമ്മൾ കാണാൻ കഴിഞ്ഞു. അതായത് ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സെഷനിൽ താഴേക്ക് ഇറങ്ങി ഒരു നേരിയ നേട്ടത്തോട്ട് ക്ലോസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്പേസിലേക്ക് ഒരു ഓവർബോട്ട് സിറ്റുവേഷൻ ഈ ഒരു സമ്മർദ്ദം സൃഷ്ടിക്കുന്നതിന് ഘടകമാകുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പം ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ IT സെക്ടർ, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറുകളിലെ ഓഹരികളിലെ ശക്തമായ ഒരു ഉണർവ് പ്രകടമായതാണ് നേട്ടം പൂർണ്ണമായും കൈവിടാതെ ഒരു നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചത്. അപ്പോൾ ഇന്നത്തെ വ്യാപാരത്തിനൊടുവിൽ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഇൻഡിസസിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡിസസിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ NSEയുടെ അടിസ്ഥാന സൂചിക നിഫ്റ്റി 37 പോയിൻറ്റ്, അതായത് 0.15% വർധനയോടെ 25,141 ക്ലോസ് ചെയ്തു. സമാനമായി BSEയുടെ മുഖ്യ സൂചിക സെൻസെക്സ് ആകട്ടെ 123 പോയിൻറ്റ് 0.15% തന്നെ വർധനയോടെ 82,515 നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി. ഇതോടെ തുടർച്ചയായ 6 ദിവസമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 2024 ഒക്ടോബർ 15 ശേഷം ആദ്യമായിട്ടാണ് നിഫ്റ്റി 27,200 എന്ന നിലവാരം മറികടക്കുന്നത്. അതേസമയം ബാങ്ക് നിഫ്റ്റി 169 പോയിൻറ്റ് ഡൗണായി 56,460 വ്യാപാരം അവസാനിപ്പിച്ചു. RBIയുടെ സർപ്രൈസ് പ്രഖ്യാപനങ്ങളെ തുടർന്ന് ഓൾ ടൈം ഹൈ 2 തവണ തിരുത്തി കുറിച്ച് മുന്നേറിയെങ്കിലും കഴിഞ്ഞ 2 ദിവസം ബാങ്ക് നിഫ്റ്റി ഒരു തിരുത്തൽ നേരിടുകയാണ് നമുക്ക് കാണാം. ഇനിയിപ്പം നിഫ്റ്റി ഇൻഡെക്സ് സ്റ്റോക്കുകളുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ HCL ടെക്നോളജീസ്, ഇൻഫോസിസ്, വിപ്രോ, ടെക് മഹീന്ദ്ര, ONGC തുടങ്ങിയവയാണ് നിഫ്റ്റി സ്റ്റോക്കുകളിൽ ഒരു നേട്ടം കൈവരിച്ചത്. അതേസമയം ശ്രീറാം ഫിനാൻസ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്ട്, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ നിഫ്റ്റി ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തുകയും ചെയ്തു. ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നൊരു പൊതുവെ മിക്സ്ഡ് ട്രെൻഡാണ് പ്രകടമാക്കിയിട്ടുള്ളത്. NSEയിൽ വ്യാപാരം രേഖപ്പെടുത്തിയ ആകെ ഓഹരികളുടെ എണ്ണം എന്ന് പറയുന്നത് 2,995 ഇതിൽ 1,608 ഓഹരികൾ നേട്ടത്തോടെ 1,304 ഓഹരികൾ നഷ്ടം നേരിട്ട് ക്ലോസിംഗ് കുറിച്ചു. അതായത് റെഡ് സ്റ്റോക്ക് റേഷ്യോ നോക്കുകയാണെങ്കിൽ 4:3, 3 ഓഹരികൾ നഷ്ടം നേരിടുമ്പോൾ 4 ഓഹരികൾ കയറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം 83 ഓഹരികൾ അൺചേഞ്ച്ഡ് ആയിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനിടെ നോക്കുകയാണെങ്കിൽ 76 ഓഹരികൾ 52 വീക്ക് ഹൈ, ഒരു വർഷ കാലയളവിൽ പുതിയ ഉയർന്ന നിലവാരം കുറിച്ചിട്ടുണ്ട്. 21 ഓഹരികൾ 52 വീക്ക് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വർഷ കാലയളവിൽ താഴെ നിലവാരങ്ങളിലേക്ക് വീണ് പോയിട്ടുണ്ട്. 131 ഓഹരികൾ അപ്പർ സർക്യൂട്ട് നിലവാരത്തിലും 37 ഓഹരികൾ ലോവർ സർക്യൂട്ട് നിലവാരത്തിലാണ് ഇന്ന് വ്യാപാരം പൂർത്തിയാക്കിയത്. നിഫ്റ്റി 500 സൂചിക ഇന്ന് തീർത്തും ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് കാണാനായത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ബ്രോഡർ ഇൻഡിസസ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ, ബ്രോഡർ മാർക്കറ്റ് ഇൻഡിസസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 500 തീർത്തും ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. 0.01% നഷ്ടമാണ് കുറിച്ചിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റി മിഡ് ക്യാപ് 100 സൂചികയായിട്ട് 0.49% നഷ്ടം നേരിട്ടു. നിഫ്റ്റി സ്മോൾ ക്യാപ് 100 സൂചികയായിട്ട് 0.53% ഒരു ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ ഇന്ത്യ വിക്സ് സൂചിക ഇതിനിടയിൽ 2.47% ഒരു കറക്ഷൻ വരുത്തിയിട്ടുണ്ട്. 13.67 നിലവാരങ്ങളിലേക്ക് നിഫ്റ്റി ഇന്ത്യ വിക്സ് സൂചിക എത്തിയിട്ടുണ്ട്. അപ്പം NSEയിലെ സെക്ടർ സൂചികൾ നോക്കിയാൽ ട്രെൻഡ് ഒരു മിക്സ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ സമ്മിശ്രമായിരുന്നു. നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി IT, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സെക്ടർ സൂചികളിൽ നിന്ന് നേട്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇതിൽ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 1.47% വർധനയോടെ നേട്ടക്കണക്കിൽ മുന്നിൽ നിൽക്കുന്നുണ്ട്. നിഫ്റ്റി ITയും 1% മുകളിലുള്ള
നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ള സെക്ടർ ഇൻഡീസസുകളൊക്കെ ഒരു ചെറിയ രീതിയിലുള്ളൊരു വർധന മാത്രമാണ് കുറിച്ചിട്ടുള്ളത്. മറുവശത്ത് നിയർലി 1% അല്ലെങ്കിൽ 0.88% ഡൗൺ രേഖപ്പെടുത്തിയിട്ടുള്ള നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സാണ് സെക്ടർ ഇൻഡീസസിൽ നഷ്ടക്കണക്കിൽ നിന്ന് മുന്നിലെത്തിയത്. നിഫ്റ്റി മീഡിയ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക്, നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ്, നിഫ്റ്റി FMCG, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് തുടങ്ങിയ സെക്ടർ സൂചികളിൽ നിന്ന് നഷ്ടം നേരിട്ടിട്ടുണ്ട്. കാര്യമായിട്ടുള്ള നേരിയ നഷ്ടങ്ങളൊക്കെ തന്നെയാണത്. അപ്പോൾ ഇതിനിടെ US ഇൻഫ്ലേഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പം മെയ് മാസത്തിലെ US ഇൻഫ്ലേഷൻ റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം വിപണിയെ സംബന്ധിച്ച് ഒരു സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ 4 മാസങ്ങൾക്കിടയിൽ നോക്കുമ്പോൾ ഒരു ചെറിയൊരു വർധന, അത് വാർഷിക അടിസ്ഥാനത്തിലുള്ള പണപ്പെരുപ്പ നിരക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു വർധന രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണാം. അതായത് ഏപ്രിൽ 2.3% ആയിരുന്ന ഇൻഫ്ലേഷൻ ഇപ്പം മെയിലോട്ട് എത്തുമ്പോൾ 2.4% ആയിട്ടുണ്ട്. പക്ഷേ വിപണി പ്രതീക്ഷിച്ചത് 2.5 വരെ എത്തുമെന്നായിരുന്നു. അപ്പോൾ ഒരു ആനുവൽ ഇൻഫ്ലേഷൻ റേറ്റിൽ വർധന കാണിക്കുന്നുണ്ടെങ്കിലും വിപണി എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അത്രയും വന്നിട്ടില്ല എന്നുള്ളൊരു ആശ്വാസകരമാണ്. പിന്നെ നോക്കുകയാണെങ്കിലും അതിപ്പം ഇതിൻ്റെ ഒരു മന്ത്ലി ബേസിസ് നോക്കുകയാണെങ്കിൽ 0.2% വർധന രേഖപ്പെടുത്തുന്നു. വിചാരിച്ചതാണ് 0.1. അതായത് ഏപ്രിലിൽ നിന്ന് മെയിലോട്ട് വന്നിരുന്നത് 0.1 ആണ്. അപ്പോൾ മാർച്ച് ഏപ്രിലിൽ തമ്മിൽ 0.2ൻ്റെ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇൻഫ്ലേഷനിൽ. അപ്പോൾ ഇതേപോലെ തന്നെ ഏപ്രിലിൽ നിന്ന് മെയിലോട്ട് വരുമ്പോൾ 0.2ൻ്റെ ഒരു ഇൻഫ്ലേഷൻ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് 0.1 എത്തിയിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ ഒരു വർധന ആനുവൽ ബേസിൽ കാണിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഇത് മെയിനായിട്ടും കോസ്റ്റ് ഓഫ് ഹൗസിങ്, റെൻ്റൊക്കെ ഭാഗത്തു നിന്നൊരു വർധനയാണ്. അതായത് ഇൻഡെക്സ് ഓഫ് ഷെൽട്ടർ 0.3% വർദ്ധിച്ചാണ് അതിൻ്റെ ഒരു പ്രൈമറി ഫാക്ടറായിട്ട് നിൽക്കുന്നത്. ഇത്തരം ഇൻഫ്ലേഷൻ ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ ഒരു വർധന കാണിക്കാൻ. ഇനി അതേപോലെ തന്നെ മറ്റൊരു നിർണായകമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഉള്ളത് ചൈനയുമായിട്ടൊരു US തമ്മിലുള്ള ട്രേഡ് ടോക്സ് ലണ്ടനിൽ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഫോളോ അപ്പ് ആയിട്ട് ട്രംപ് ഇപ്പോൾ മെയിൻ സ്ട്രീം മീഡിയ വഴിയായിട്ടാലും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ട്രൂത്ത് വഴിയായിട്ടാലും ഇത് ഫ്രെയിംവർക്ക് ഡീൽ ഈസ് ഡൺ, അതായത് ചൈനയുമായുള്ള വ്യാപാര കരാറിൻ്റെ ഒരു ചട്ടക്കൂട് റെഡിയായതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ US മാർക്കറ്റിൽ അത്രയ്ക്കും വലിയൊരു എന്തൂസിയാസം കാണാനില്ല. നിലവിൽ ഒരു പോസിറ്റീവ് തന്നെയാണ് ഫ്യൂച്ചർ ഉള്ളത്, US ഫ്യൂച്ചേഴ്സ് ഉള്ളത്. അതിന് കാരണങ്ങളായിട്ട് തോന്നുന്നു ഇപ്പം അവർ പറഞ്ഞിരിക്കുന്ന ഫ്രെയിംവർക്കിൻ്റെ അത് ട്രംപ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള ഫ്രെയിംവർക്കിൻ്റെ അത് പറയുന്നത് ചൈനയിൽ നിന്നുള്ള റെയർ എർത്ത് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മാഗ്നറ്റ്സ് US-ലേക്ക് അപ്ഫ്രണ്ടായിട്ട് തന്നെ ആദ്യം തന്നെ കയറ്റി അയക്കണം. അതേപോലെ തന്നെ അതിന് പകരമായിട്ട് US-ലെ യൂണിവേഴ്സിറ്റികളിലേക്ക് ചൈനീസ് സ്റ്റുഡൻസിനുള്ള വിസ ഒരു ആക്സസ് കൊടുക്കും. പക്ഷേ ഈ ഒരു പോയിന്റിലാണെന്ന് തോന്നുന്നു മാർക്കറ്റും ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കോഷ്യസ് ആയിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം ഈ താരിഫ് ഇംബാലൻസിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞേക്കുന്ന US വിൽ ഇമ്പോസ് 50% ഓഫ് താരിഫ്. അതായത് ചൈനയ്ക്ക് മുതൽ അവർ തമ്മിലുള്ള ട്രേഡ് ഇംബാലൻസിൻ്റെ ഒരു പ്രശ്നം കാരണം US 55% താരിഫ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ, അത് ചൈനയിൽ നിന്നും US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 55% ഇറക്കുമതി തീരുവ ചുമത്തുമെന്നാണ് പറയുന്നത്. അതേസമയം ചൈന 10%, അതായത് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന US ഉൽപ്പന്നങ്ങൾക്ക് 10% ചുമത്താമെന്നുള്ള രീതിയിലെത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ അതുകൊണ്ടായിരിക്കണം മാർക്കറ്റ് ഒരു കോഷ്യസ് ആയിട്ട് തന്നെ അവിടെ ചെയ്യുന്ന കാര്യം. വലിയൊരു എന്തൂസിയാസം നമുക്ക് ആ രീതിയിൽ കാണാനില്ല. ഒന്നെന്ന് പറയാൻ ഒരു ടൈം ലൈനിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല, ഇത് വോളിയം പറഞ്ഞിട്ടില്ല, ഒരു എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസം പറഞ്ഞിട്ടില്ല, ഇങ്ങനെയൊക്കെ ഇതൊന്നും പാലിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന പെനാൽറ്റികളെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പം അതൊരു പിന്നെ മാത്രമല്ല ഇത് ഇപ്പോഴും നോക്കുകയാണെങ്കിൽ 55-10 എന്ന് പറയുമ്പോൾ അസിമെട്രിക്കാണ് ആ ഡീലിൽ പോലും നമുക്ക് തോന്നുക. താരിഫ് റിമൈൻസ് ഹൈ തന്നെയായിട്ട് നമുക്ക് കാണാനാകും. അപ്പം പിന്നെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള അതായത് ഇവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഘടകങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പം ടെക് എക്സ്പോർട്ട്സ് കൺട്രോൾസിനെ പറ്റി പറഞ്ഞിട്ടില്ല, നാഷണൽ സെക്യൂരിറ്റിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ നേരത്തുള്ള പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഘടകങ്ങളിലേക്ക് വന്നിട്ടില്ല, ഇൻഫ്ലേഷനെ പറ്റി പറഞ്ഞിട്ടുള്ളതിനെ പറ്റിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഒരു ഇപ്പോഴും അൺറിസോൾവായിട്ട് നിൽക്കുന്ന ചില ഘടകങ്ങളുടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാവണം മാർക്കറ്റ് ഈ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയിൽ അധികം വലിയൊരു എന്തൂസിയാസം അല്ലെങ്കിൽ ഉത്സാഹം കാണിക്കാത്തതെന്ന് തോന്നുന്നു. എന്തായാലും നിലവിൽ US ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിൽ തന്നെയാണ്, പക്ഷേ വലിയൊരു ചാട്ടമൊന്നും കാണാനില്ല. ഇനി നമുക്ക് ഇന്ത്യൻ വിപണിയിലെ ഇനി കാര്യങ്ങളിലേക്ക് മടങ്ങിയെത്തിയാൽ അപ്പം നാളത്തെ കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ, അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബുധനാഴ്ച ഒരു ആദ്യഘട്ടത്തിലൊരു നേട്ടം, ശക്തമായ നേട്ടം, താരതമ്യം ഭേദപ്പെട്ട നേട്ടം കൈവരിച്ചു. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ അത് കൈവിട്ട് നേരിയ നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തപ്പോൾ. അതായത് മാർക്കറ്റ് വോൾട്ടൈലായിരുന്നു. അപ്പം ക്ലോസിങ്ങിൻ്റെയും ഓപ്പണിങ്ങിൻ്റെയൊക്കെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഇത് ഡെയിലി ചാർട്ടിലൊരു ഡോജി ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് നമുക്ക് കാണാനാകുക. അതായത് ബുൾസും ബെയർസും തമ്മിലുള്ള ഒരു ഇൻഡിസീസിനെ ബസ് നമുക്ക് ഇത് സൂചിപ്പിക്കാം. അവർ തമ്മിലുള്ള ഒരു അനിശ്ചിതാവസ്ഥ, മാർക്കറ്റ് ഏത് ഡയറക്ഷനിലോട്ട് പോകാനുള്ള ഇതിലെടുക്കുന്നതിൻ്റെ ഒരു
അല്ലെങ്കിൽ ഇവിടെ ഒരു പിടിവലി നമുക്ക് കാണാനാകും. പക്ഷേ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രേക്കൗട്ട് പോയിൻറ്റിന് മുകളിൽ ഇൻഡെക്സ് കണ്ടിന്യൂസ്ലി സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നെ 25,000 മുകളിൽ നമുക്ക് നിൽക്കുന്ന കാണാൻ കഴിഞ്ഞ 3 ദിവസങ്ങളിലൊരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വിപണി ഇപ്പോഴും ഒരു പൊതുവായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ട്രെൻഡ് ബുള്ളിഷാണെന്ന് തന്നെ നമുക്ക് കരുതാനാകും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈം മൂവിങ് ആവറേജ് ലോങ് ടൈം മൂവിങ് ആവറേജിന് മേളിൽ വന്നിട്ടുണ്ട്. അതൊരു ഗോൾഡൻ ക്രോസ് ഓവറിൻ്റെ ഒരിതും കാണാനാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് ഔട്ട്ലുക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ടെക്നിക്കൽ ഘടകങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നിയർ ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ 24,850 തന്നെ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞത് അതേ സ്റ്റാൻഡിൽ തന്നെ, അതായത് നിഫ്റ്റിയുടെ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 24,950 അപ്പോൾ അതിന് മുകളിൽ നിഫ്റ്റി തുടരുന്നിടത്തോളം മാർക്കറ്റിൻ്റെ ഒരു ബുള്ളിഷ് ഔട്ട്ലുക്ക് ട്രെൻഡ് നമുക്ക് ആ ഒരു കാഴ്ചപ്പാടിൽ തുടരാമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ നാളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25,200 മുകളിൽ ഒരു സസ്റ്റൈൻ മൂവ് കിട്ടണം, അല്ലെങ്കിൽ സ്ട്രോങ് മൂവ് കിട്ടണം എങ്കിൽ 25,350 നിലവാരങ്ങളിലേക്ക് നിഫ്റ്റി നീങ്ങാം. 25,350 നിലവാരങ്ങൾ ആ ഭാഗത്ത് ഒരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം ഒരു പുത്തൻ ഊർജ്ജം നൽകുന്ന ഒരു ഘടകമാണ്. നെക്സ്റ്റ് ലെഗ് ഓഫ് റാലിക്കുള്ള ഒരു എല്ലാവിധ സാധ്യതകളും തുറക്കപ്പെടും. 25,500, 25,600 അതൊക്കെ അങ്ങനെയൊക്കെ ഒരു വീക്ക്ലി ക്ലോസ് കിട്ടുന്നുണ്ടെങ്കിൽ കൂടുതൽ നേട്ടങ്ങളിലേക്കൊക്കെ പോകാം. അപ്പോൾ ഇനി 25,000 താഴെയാണ് നാളെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ 24,870, 850 വരെ ടെസ്റ്റുകൾ സാധ്യതകൾ കാണുന്നുണ്ട്. എന്നാലും ഇതാണ് നാളത്തെ പറ്റി സൂചിപ്പിക്കാനുള്ള. നൈറ്റ് ടൈമിലേക്ക് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വീക്ക്ലി ക്ലോസിംഗ് ബേസിൽ നോക്കേണ്ടത് 24,850 തന്നെയാണ്. അതിന് മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് ബുള്ളിഷ് ഔട്ട്ലുക്ക് തുടരാമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റൊന്നുമല്ല, മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർക്ക് നാളെ നല്ലൊരു ദിനാശംസകൾ നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.